ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഉണങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയുടെ ഉണങ്ങല്ലരിയാണ് കേട്ടോ. ഉണങ്ങല്ലരി പറഞ്ഞാൽ അറിയില്ലേ, പുഴുങ്ങാതെ ഉണക്കിയെടുക്കുന്ന അരിയാണിത്. നെല്ലുണക്കിയിട്ട് ഇത് കടയിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും. അങ്ങനത്തെ അരി തന്നെ വേണം കേട്ടോ. അല്ലാതെ നമ്മൾ ചെറിയ അരിക്ക് വേണ്ടി വെക്കുന്ന അരിയല്ല ഇത്. ചെറിയ അരിക്കുള്ളത് പുഴുങ്ങി ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് 1 കപ്പ് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ കൂടി അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളിയും കൂടി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. അതിൽ നിന്ന് ഒരു 2 എണ്ണം മാറ്റി വെക്കണം. പിന്നെ ഒരു കപ്പിലധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കുറച്ചുണ്ടാവുന്നതാണ് ഇതിനൊരു ടേസ്റ്റ്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകമൊന്നും അധികമാവണ്ട, കട്ടിക്കുള്ളൂ. പിന്നെ മരുന്ന് കടയിൽ നിന്ന് കർക്കിടകക്കഞ്ഞിക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടും. അതൊരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അസുഖങ്ങൾ പെട്ടെന്ന് വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഉള്ളി കൂടി ചേർത്ത് അരച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി അരയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാതിരുന്നത്. പിന്നെ നമ്മൾ അരി വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് ചേർത്തൊന്ന് ചെറുതായി ഒന്ന് മഞ്ഞളിൻ്റെ ചുവയൊന്ന് പോകുന്ന വരെ തിളപ്പിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞളിൻ്റെ വീര്യമൊക്കെ പോകുന്നുള്ളതിലാണ് ഞാൻ അത് ആദ്യം മഞ്ഞൾ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണല്ലേ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഉപ്പ് കയ്പ്പിക്കണ്ട കേട്ടോ. പിന്നെ അച്ചാർ എന്തെങ്കിലുമൊക്കെ ഉപ്പുള്ളതാണല്ലോ കൂട്ടി കഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ നെയ്യോ വെച്ച് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളി. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് എടുത്തൊഴിക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. കർക്കിടകത്തിൽ ഇത് ഒരു 7 ദിവസമൊക്കെ വച്ച് കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എനർജി നൽകുന്നത്.